ഹേ ഗായ്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ പുതിയൊരു ട്രിപ്പിൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് പോളണ്ടിലേക്കാണ്. നമ്മളപ്പോൾ റൈനെയർ വഴിയാണ് പോകുന്നത്. നമ്മുടെ ചെക്കിൻ എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ ബോർഡിങ്ങിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അങ്ങനെ ബോർഡിങ് കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിൽ കയറി. നമുക്ക് 7:45 ഫ്ലൈറ്റ്. അതൊരു 9:05 ആകുമ്പോൾ പോളണ്ടിലെത്തും. അപ്പോൾ കിയു ആണെങ്കിൽ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ തൊട്ടേ ഉറങ്ങാൻ തുടങ്ങി. ലാൻഡിങ്ങും ടേക്ക് ഓഫൊന്നും സാധാരണ എല്ലാ വട്ടം ഫ്ലൈറ്റിൽ കയറുമ്പോൾ എന്താണ് അവൾ ചെയ്യാറ്, അതേപോലെ തന്നെ ഇപ്രാവശ്യം അവൾ ഉറക്കം തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോളണ്ടിലെത്തി. പോളണ്ടിൽ ഒരു 9:05 ഞങ്ങൾ ലാൻഡ് ചെയ്തു. ഒരു 9:25 ആയപ്പോഴാണ് നമ്മുടെ ലഗേജ് എല്ലാം പുറത്ത് വന്നത്. ലഗേജ് എല്ലാം വന്നതിന് ശേഷം ഞങ്ങൾ 3 പേരും പോയി ഫ്രഷ് ആയിരുന്നു. കാരണം കിയുവിനെ നമ്മൾ അതിരാവിലെ എടുത്ത് കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കിയുവിനെ ശരിക്കും ഒന്ന് ഫ്രഷൊക്കെ ആയി നമ്മൾ 3 പേരും പുറത്തിറങ്ങി. കിയു ആണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ഓട്ടം ആയതുകൊണ്ട് തന്നെ അവൾക്ക് താഴെ ഇറങ്ങാൻ ഭയങ്കര വാശിയായിരുന്നു. താഴെ ഇറക്കി വെച്ചതേ ഓർമ്മയുള്ളൂ. അവൾ കീ കൊടുത്ത പാവനെ പോലെയായിരുന്നു അവൾ ഫുള്ള് അവിടെ എക്സ്പ്ലോർ ചെയ്തത്. ഭയങ്കര ഓട്ടമായിരുന്നു അവളെ നമുക്ക് കൺട്രോൾ ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്കും ഓട്ടമായിരുന്നു. അപ്പം ഞാനും വിചാരിച്ചു കുറച്ച് നേരം നടന്നോട്ടെ എന്ന് വിചാരിച്ചു. കാരണം അത്രയും നേരം ഇരുന്നതല്ലേ. അങ്ങനെ ക്യൂവിൻ്റെ ഓട്ടവും നടത്തവും എല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ പോയി പൈസ ക്യാഷ് എടുത്തായിരുന്നു. കാരണം പോളണ്ടിൽ നമ്മൾ യൂറോ അല്ല യൂസ് ചെയ്യുന്നത്. അവിടെ അവർക്ക് അവരുടേതായിട്ടുള്ള കറൻസി ഉണ്ട്. അപ്പോൾ നമ്മൾ അത് എടുക്കാൻ വേണ്ടി ATMൽ പോയി നമ്മൾ കറൻസി എല്ലാം എടുത്തതിന് ശേഷം നമ്മൾ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടാക്സി എത്തി. അങ്ങനെ ടാക്സി വന്ന് നമ്മൾ നേരെ പിന്നെ വീട്ടിലേക്ക് പോകാണ്ടോ ചെയ്തത്. നമ്മൾ ഓൾറെഡി അപ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു അപ്പാർട്ട്മെൻറ്റാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്, ഒരു ചെറിയൊരു അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ നമുക്ക് അപ്പാർട്ട്മെൻറ്റ് കീ നമ്മൾ സ്വന്തമായിട്ട് ചെക്ക് ഇൻ ചെയ്യുക ചെയ്തത്. അപ്പോൾ നമ്മൾ അപ്പാർട്ട്മെൻറ്റിൽ കയറി. ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്. ചെറിയൊരു അപ്പാർട്ട്മെൻറ്റ് സെറ്റപ്പ്. നമുക്കൊരു ബെഡ്, അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് സൈഡിലായിട്ടൊരു കുഞ്ഞൊരു കിച്ചൺ സെറ്റപ്പും കൂടി ഉണ്ട് കേട്ടോ ഇവിടെ. ഇതിനകത്ത് ഈ കബോർഡിനകത്ത് നമുക്ക് ഒരു ഇൻഡക്ഷൻ സ്റ്റവും അതുപോലെ തന്നെ ഈ ഷെൽഫുകളുടെ അകത്ത് നമുക്ക് ഫ്രൈ പാനുകളും നമുക്ക് നൈഫ്, അങ്ങനെ നമുക്ക് ഒരു കിച്ചണിലേക്ക് വേണ്ട എല്ലാ അത്യാവശ്യ ഐറ്റംസുകളും ഇതിനകത്ത് ഇവർ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ചെറിയൊരു സോങ്ങൊക്കെ കേട്ട് പുറത്ത് വ്യൂ നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല ടൗണിൽ തന്നെയാണ് നമ്മൾ അപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല വ്യൂ ആയിരുന്നു. അതുപോലെ തന്നെ ഇതാണ് ചെറിയൊരു വാഷ്റൂം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ടേക്ക് കെയർ, ബൈ.